രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ 28-ന് പരിഗണിക്കുമെന്നാണ് ഇപ്പം പറയുന്നത്. ഇങ്ങനെ നീട്ടി ഇങ്ങനെ അങ്ങ് പോവാണ്. പക്ഷെ എനിക്കിപ്പോഴും ഉറപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും, രാഹുൽ മാങ്കൂട്ടം ശക്തമായിട്ട് വീണ്ടും തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ മാക്സിമം റീച്ചിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ നല്ല പിന്തുണ കൊടുക്കുക. കാരണം രാഷ്ട്രീയത്തിൻ്റെ എക്സ്ട്രീം നെറിയേടിൻ്റെ എക്സ്ട്രീം ലെവലാണ്. കാരണം ഈ 3 പരാതിയും ഒരേ രീതിയാണ്. 3 പരാതിയിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഇതിനകത്തൊന്നും ഒരു വ്യത്യാസവുമില്ല. പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ള പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ 1-2 കാര്യങ്ങളും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പരാതിക്കാരി എന്ന് പറയുന്ന അവർ 1-2 കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മുഖത്ത് തുപ്പി അടിച്ചു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3ൻ്റെയും പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അതിനുശേഷം ഗർഭചിത്രത്തിന് വിധേയനാവാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്നൊക്കെയാണ് ഇതിനകത്തെല്ലാം പറയുന്നത്. അത് ബ്രൂട്ടലായിട്ട് പീഡിപ്പിച്ചു എന്നാണ് 3 എണ്ണത്തിനകത്ത് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കോണം, ഇത് എത്രത്തോളം ഇത് കള്ളപ്പരാതിയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു എന്ന് വെച്ചാൽ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ വേണ്ടി മാത്രം കരുതിക്കൂട്ടി ചെയ്യുന്ന പരിപാടിയാണെന്ന്. എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും, ഇനി രാഷ്ട്രീയമാണെങ്കിലോ ഇനി വേറെ എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലോ ഇതുപോലെയൊന്നും ഒരാളെയും ദ്രോഹിക്കരുത്. അതാണ്. കാരണം അയാൾക്കും ഈ പറഞ്ഞിട്ടുള്ളൊരു കുടുംബമുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അമ്മയുണ്ട്, അതുപോലെ സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. ഇവരെല്ലാം ഉള്ളൊരു വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടവും. ആ പുള്ളി അനുഭവിക്കുന്ന ഇത്രയും ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2 ആഴ്ചയായിട്ട് ജയിലിൽ പിടിച്ചിട്ടേക്കുവാണ്. 2 ആഴ്ച. ആദ്യത്തെ 2 പരാതിയിലും കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യില്ലെന്നും രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് പോലും കോടതിയുടെ ഭാഗത്തു നിന്ന്, അത്രയും തെളിവുകളും കാര്യങ്ങളും കൊടുത്തിട്ട് പോലും കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവനയും വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി വരെ പറഞ്ഞിട്ടുള്ളത്. ഈ 3 പരാതിയും സെയിം തന്നെയാണ് അല്ലേ? ഈ 3 പരാതിയും സെയിം തന്നെയാണ്. ഈ 2 പരാതിയിൽ ഈ ആദ്യത്തെ 2 കേസുകളിലും 2 പരാതിക്കാരികൾ കൊടുത്തേക്കുന്ന പരാതിയിൽ പോലും കോടതി രാഹുലിനെ വെറുതെ വിട്ടയാണ് അല്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് 3ാമത്തെ പരാതിയിൽ തിരുവല്ല പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ 3 പരാതികളും സെയിം ആണ്, ഒരേ ലെവലാണ്, ഒരേ ഗ്രാഫാണ്, എല്ലാത്തിലും പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ഒരേ ഇതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇതിനകത്ത് രാഷ്ട്രീയമാണെന്ന്, വെറും നെറികെട്ട രാഷ്ട്രീയമാണെന്ന്. ഇനി എന്തൊക്കെയാണെങ്കിലും ഇത് രാഷ്ട്രീയം കളിച്ചോ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയത്തിനകത്തുള്ളതാണ്. ഇതുപോലെ കുതുകാല് വെട്ടുന്ന എല്ലാ പരിപാടിയും രാഷ്ട്രീയത്തിലുള്ളതാണ്. പക്ഷെ ഇതുപോലെ ഒരു പെണ്ണ് കേസ് കൊണ്ടിട്ട് ഇതുപോലെ ഒരു ചെറ്റത്തരം കാണിക്കുന്ന ഒരു പരിപാടി, അത് വേറൊന്നുമില്ല. ഒരു വ്യക്തിയുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. ഇവിടെ 3ാമത്തെ പരാതിയിൽ തിരുവല്ല പോലീസ് രാത്രി 12 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റ് വളഞ്ഞു പിടിച്ചു. അത് ഈ ക്രൂര കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യൻ, ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യനൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിലും മാത്രം കുറ്റം ഈ പുള്ളി ചെയ്തിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടം അത്രമാത്രം ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇത്ര 12 മണിക്ക് ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ട് വരാനെ കൊണ്ട്. ഈ 2 കേസിനകത്തും കോടതി വരെ പറഞ്ഞിട്ടുണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യലെന്ന്. പിന്നെ എന്തിനാണ് ഈ തിരുവല്ല പോലീസ് ഇത്രയും ഇത് റിസ്ക് എടുത്ത് 12 മണിക്ക് പോയി രാഹുൽ മാങ്കൂട്ടത്തിനില്ല ഒരു കൊലപാതകിയെ പോലും ഇങ്ങനെ കേരള പോലീസ് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കൊലപാതകിയെ പോലും ഇങ്ങനെ പിടിക്കുന്ന കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോയത് എന്തിനാണ്? എന്നിട്ട് ഇത്രയും ദിവസം ജയിലിലിട്ട് ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ക്രൂരമായിട്ട് തന്നെയാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ട, സത്യം പറഞ്ഞാൽ ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനതിവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അത് കോടതിയിലാണ്, അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിലോ ഈ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ മുമ്പിലോ അല്ല. അത് കോടതിയിലാണ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതെന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട്. അത് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം തെളിയിക്കുക തന്നെ ചെയ്യും. അതിശക്തനായിട്ട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് മനോരമ ന്യൂസിനകത്ത് കൊടുത്തൊരു ചെറിയൊരു ബൈറ്റിനായിട്ട് വയ്ക്കാൻ നിങ്ങളൊന്ന് കണ്ടു നോക്കും.
സോഴ്സ് മാധ്യമങ്ങൾ പറഞ്ഞ മാധ്യമ സ്ഥാപനമല്ല ഉദ്ദേശിച്ചത്. ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ. ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്റെ നിരപരാധിത്വം, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിലാണ്, മാധ്യമ കോടതിയിലല്ല. നീതിന്യായ കോടതിയിൽ എന്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ. ഒരുപാട് സോഴ്സ് മാധ്യമങ്ങൾ പറഞ്ഞ മാധ്യമ സ്ഥാപനമല്ല ഉദ്ദേശിച്ചത്. ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ. ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്റെ കേട്ടല്ലോ, അത് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ തെളിയിച്ചിരിക്കും. ഇനി ഇവിടെ മൂന്നാമത്തെ പരാതിക്കാരി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കരുത് എന്നുള്ളൊരു വാശിയാണ്. ഇവിടെ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് പോലും ജാമ്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞത് ഈ ഒരു രാഷ്ട്രീയ നേതാവിന് എന്തുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല, കൊടുക്കരുത് എന്ന് കടന്ന് വാശി പിടിക്കുവാണ് മൂന്നാമത്തെ പരാതിക്കാരി. പരാതിക്കാരി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്നെ അപായപ്പെടുത്താൻ വരെ ശ്രമിക്കും, എൻ്റെ ജീവന് വരെ ഭീഷണിയാണെന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഈ പരാതിക്കാരി വിദേശത്തല്ല. വിദേശത്ത് ഈ പരാതിക്കാരി എവിടെയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയോ? രാഹുൽ മാങ്കൂട്ടം ജയിലിൽ ഇറങ്ങിയ ഉടനെ വിദേശത്തേക്ക് ഈ പരാതിക്കാരിയെ കാണാൻ വിദേശത്തേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം നടന്നിട്ട് 2 വർഷങ്ങളോളം കഴിഞ്ഞ്, അല്ലേ 2 വർഷം കഴിഞ്ഞ് ഈ പരാതിക്കാരികളോട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി അത് എന്നേ ചെയ്യുമായിരുന്നല്ലോ. എന്നേ പുള്ളി അത് ആ ഒരു പക അവരോട് തീർത്തേനല്ലേ. പുള്ളി അങ്ങനെയൊക്കെ കാണിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു മണ്ടത്തരം പുള്ളിയുടെ രാഷ്ട്രീയ ഭാവി കളഞ്ഞിട്ട് അങ്ങനെ ഉള്ളൊരു മണ്ടത്തരം കാണിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. ലോജിക്കില്ലാത്ത സംസാരങ്ങളാണ് ഈ പരാതിയിൽ ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് ഈ പരാതിയിൽ എഴുതി പിടിപ്പിച്ചു വെച്ചേക്കുന്നത്, അല്ലേ? ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളല്ല. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി കളഞ്ഞിട്ട് പുള്ളി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പുള്ളി പോവും? ഇല്ല, ഒരിക്കലും പോകത്തില്ല. അതാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ നിരപരാധിത്വം അത് കോടതിയിൽ പുള്ളി തെളിയിക്കും. അത് കോടതിയിൽ തെളിയിക്കേണ്ട കാര്യമുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കേസ് എന്തായി? ഉമ്മൻചാണ്ടി എന്താ ചെയ്തത്? നാട് നീളെ പറഞ്ഞു നടന്നോ? ഇല്ല. ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല, കുറ്റം പോലും പറഞ്ഞിട്ടില്ല. സത്യം എന്നാലും തെളിയും, അത് കോടതിയിൽ തെളിയും എന്ന് മാത്രമേ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ആയിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസും. രാഹുൽ മാങ്കൂട്ടം, എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ പുള്ളി നല്ല ശക്തനായിട്ട് തിരിച്ചു വരും. അതിൽ യാതൊരു ഡൗട്ട്സും ഇല്ല. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയം തകർക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും ഇലക്ഷൻ്റെ നോമിനേഷൻ കൊടുക്കുന്നത് വരെ രാഹുലിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. രാഹുലിനെ ആ നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റ് വരെ രാഹുലിനെ പുറത്ത് കാണിക്കല്, അല്ലെങ്കിൽ രാഹുലിന് ജാമ്യം കൊടുക്കരുത് എന്നുള്ളൊരു വാശിയാണ് ഇതിലേക്ക്. രാഹുലിനെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് എടുത്ത് കളയണം, അതാണ് വേണ്ടത്. അതാണ് ഇവരെയൊക്കെ ലക്ഷ്യം. രാഹുലിനെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കല്, അയോധ്യനാക്കി രാഹുലിനെ ഒഴിവാക്കുക, അതാണ് വേണ്ടുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ, ജാമ്യം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിക്കോ, അടുത്ത പരാതിയും വരും. അടുത്തത് 4 വരും, 5 വരും, 6 വരും, 7 വരും. ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് പരാതിക്കാരി പറയുന്ന ഒരു കാര്യം, ഗുരുതരമായിട്ടൊരു ആരോപണം പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുകയോ അതിനെ പറ്റിയിട്ടൊരു നടപടി എടുക്കുകയോ ചെയ്യുന്നില്ല? ആ പരാതിക്കാരിയെ വിളിച്ച്, ആ പരാതിക്കാരി ഇപ്പോഴും വിദേശത്താണ്, അവിടെ നിന്നുകൊണ്ട് ഓരോ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും എന്തുകൊണ്ട് ആ പരാതിക്കാരിയെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല? പരാതിക്കാരി അവസാനം പറഞ്ഞിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വരെ പീഡിപ്പിച്ചു, ഒരു പോക്സോ കേസ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ആ പരാതിക്കാരെ വിളിച്ച് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നില്ല? അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഇത് വെറും രാഷ്ട്രീയമാണെന്ന്. ഇതിനകത്തൊക്കെ നടക്കുന്നതെല്ലാം വെറും രാഷ്ട്രീയത്തിൻ്റെ നെറികേടിൻ്റെ എക്സ്ട്രീം ലെവലാണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ സുപ്രീം കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിലേഡ് ആയിട്ടുള്ള എഫ്ഐആർ എല്ലാം അത് ഡൗട്ട്സ്കരമായിട്ടുള്ള എഫ്ഐആറുകളാണ്. ഡിലേഡ് എഫ്ഐആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷത്തിന് മേലെയായി. അപ്പോൾ അങ്ങനെയുള്ള എഫ്ഐആറുകളിൽ അത് കോടതിക്ക് അത് സംശയപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതിക്ക് തോന്നും. കാരണം ഇപ്പം ഇവിടെ ഒരു പലതവണ പീഡനം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പോലും ഇത്രയും 2 വർഷമായിട്ട് പോലും എന്തുകൊണ്ട് ഇത് പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ നിയമ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുകയോ അന്ന് ചെയ്തില്ല. ഇത്രയും വർഷത്തിൻ്റെ ഗ്യാപ്പ് വന്നതിന് ശേഷം എന്തിനിപ്പം വന്നു ഇങ്ങനെ ഒരു പരാതിയുമായിട്ട്
വന്നതെന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതി വരെ ചോദിക്കുന്നുണ്ട്. കാരണം ഡിലേഡ് എഫ്ഐആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഡിലേഡ് വരുമ്പോഴത്തേക്ക് കാരണം അതിൽ കോടതിക്ക് തന്നെ ഒരു സംശയം തോന്നും, ഇത് കള്ളക്കേസാണോ കള്ളപ്പരാതിയാണോ എന്ന് കോടതിക്ക് തന്നെ സംശയം തോന്നും. അപ്പം ഇത് കോടതിയുടെ അകത്ത് ഇത് വില പോകത്തില്ലെന്ന് അറിയാം. പിന്നെ ഇപ്പം തന്നെ ഈ ഒരു പരാതിക്കാരി 2 വർഷം പലതവണ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഭീഷണി ചെയ്തു എന്ന് രാഹുൽ മാങ്കൂട്ടം ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് ഇത് സ്വന്തം വീട്ടുകാരടുത്ത് പോലും പറഞ്ഞില്ല? സ്വന്തം വീട്ടുകാരടുത്ത് പറയാതെ അത് രാഷ്ട്രീയപരമായിട്ട് അത് എന്തിന് രാഷ്ട്രീയത്തിലേക്ക് ഇത് കൊണ്ടിട്ടു? അവിടെയും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ പരാതികളെല്ലാം പോയിട്ടുള്ളത് ഡയറക്റ്റ് മുഖ്യമന്ത്രിക്കും DGPക്കും KPCCക്കും ഇങ്ങനെയൊക്കെയാണ് ഈ പരാതികളൊക്കെ പോയിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പെൺകുട്ടിക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിൽ നിന്ന് പീഡനങ്ങൾ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് ആദ്യം വീട്ടുകാരടുത്തായിരിക്കും പറയുന്നത് അല്ലേ? അതിനുശേഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കളി ആയതുകൊണ്ടാണ് ഡയറക്റ്റ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇത് കൊണ്ടിട്ടത്. അതിലൂടെ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണ് എന്ന് മുദ്ര കുത്തുന്ന ആൾക്കാരോടാണ് ഞാനിതിപ്പോൾ പറയുന്നത്. ഇതൊന്നും പരിഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക്, ജനങ്ങളെടുത്ത് ഇതൊന്നും വില പോകത്തില്ല.